ഇനി നമ്മൾ പറയാൻ പോകുന്നത് കമ്പനിയുടെ ബിസിനസ് പ്ലാനിനെ പറ്റിയാണ്. ഇന്ന് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻകം പ്ലാൻ ആണ് വിക്ടസ് ലൈഫ് സയൻസിന്റെ ഇൻകം പ്ലാൻ എന്ന് പറയുന്നത്. കാരണം നമുക്ക് വീക്കിലി നമുക്ക് 300 രൂപയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 3,60,000 രൂപ വരെ വീക്കിലി ഇൻകം നൽകുന്ന ഒരു പ്ലാനാണ് കമ്പനിയുടെ. ഓക്കെ, നമുക്കൊരു ഐ ഡി സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് വേണ്ടത് മിനിമം 100 PVയിൽ ആക്ടിവേഷൻ ചെയ്യുക എന്നുള്ളതാണ്. 100 PVയിൽ ആക്ടിവേഷൻ മീൻസ് ഒരു 4 പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. 4 പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ കമ്പനി ഒരു പ്രൊഡക്റ്റ് ആബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. ഓക്കെ, നമുക്ക് DP റേറ്റ് ആയിട്ട് വരുന്നത് ഒരു ബോട്ടലിന്റെ റേറ്റ് എന്ന് പറയുന്നത് 2,350 രൂപയാണ്. അത് കൊറിയർ ചാർജ് അടക്കം ഇന്ത്യയിൽ എവിടെയും നമ്മുടെ വീടുകളിൽ പ്രൊഡക്റ്റ് എത്തും. 2,350 × 4 എന്ന് പറയുമ്പോൾ 9,400 രൂപ പ്ലസ് നമുക്ക് ഫ്രീ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റിന്റെ കൊറിയർ ചാർജും ടാക്സും കൂടി കൂട്ടി 9,770 രൂപയ്ക്ക് നമുക്ക് 15,000 രൂപ വില വരുന്ന 5 പ്രൊഡക്റ്റ് ആണ് നമുക്ക് തരുന്നത്. ഓക്കെ, നമ്മുടെ ഐ ഡി ലൈഫ് ടൈം ആക്ടിവേഷൻ ആണ്. ഐ ഡി മന്ത്ലി റീപർച്ചേസിന്റെ ആവശ്യമില്ല. പല കമ്പനികളും എല്ലാ മാസം കൂടുമ്പോഴും മിനിമം 1,000-5,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണം. ഇവിടെ നമുക്ക് കമ്പൽസറി റീപർച്ചേസ് ഇല്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ ഐ ഡി ആക്ടിവേഷൻ ആയി കഴിഞ്ഞു. ഇനി കമ്പനി പറയുന്നത് ബൈനറി പ്ലാൻ ആണ്. ലെഫ്റ്റ് റൈറ്റ് മാത്രം നമുക്ക് ആവശ്യമേ ഉള്ളൂ. ഇത് ഡയറക്റ്റ് റെഫറലിന്റെ ആവശ്യമില്ല. പല കമ്പനികളും ഇൻകം തരാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് ലെഫ്റ്റ് റൈറ്റും പോസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ട്. പക്ഷേ ഇവിടെ ലെഫ്റ്റ് റൈറ്റും നിർബന്ധമായിട്ട് റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്ലൈൻ താഴെ ഒരു എൻട്രി വെച്ചാൽ പോലും അത് നമ്മുടെ പവർ സൈഡ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ എൻട്രി ആയിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടും. നമുക്ക് ലെഫ്റ്റ് റൈറ്റ് മാച്ച് ചെയ്യുന്നതിനുള്ള ഇൻകം തരും. 100 PV ലെഫ്റ്റ് റൈറ്റ് മാച്ച് ചെയ്യുന്നതിന് കമ്പനി ബൈനറി ഇൻകം ആയിട്ട് നൽകുന്നത് 1,200 രൂപയാണ്. ഓക്കെ, ഈ 1,200 രൂപ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് മാച്ച് ചെയ്യുമ്പോൾ കിട്ടും. അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മാച്ചിങ് ബോണസ് ആയിട്ട് ആഴ്ചയിൽ എല്ലാ ബുധനാഴ്ചയും കമ്പനിയുടെ കട്ട് ഓഫ് ആണ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി കമ്പനിയിൽ പേയ്മെന്റ് കയറുന്നതായിരിക്കും. ഇനി കമ്പനിയുടെ ബൈനറിക്ക് പുറമെ സ്റ്റാർട്ടിങ്ങിൽ ഫാസ്റ്റ് ട്രാക്ക് റിവാർഡും സൂപ്പർ ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞ ഒരു ഇൻകം വെച്ചിട്ടുണ്ട്. എന്താണ് ഫാസ്റ്റ് ട്രാക്ക് റിവാർഡ്? അവിടെ നമുക്ക് റെഫറലിന്റെ ആവശ്യമുണ്ട്. നമ്മൾ ഐ ഡി വെച്ചിട്ട് ലെഫ്റ്റ് റൈറ്റ് നമ്മൾ തന്നെ റെഫറൽ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ വെക്കുകയാണെങ്കിൽ കമ്പനി ആബ്സല്യൂട്ട്ലി ഒരു പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് തരും. അതാണ് ഫാസ്റ്റ് ട്രാക്ക് ബോണസ് എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ ആയിട്ട് തരുന്ന സംഭവമാണ്. ഇനി സൂപ്പർ ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്ന ഒരു ബോണസ് കൂടിയുണ്ട്. നമ്മൾ കൊണ്ടുവന്ന ഈ 2 വ്യക്തികളും അടുത്ത ഒരാഴ്ച കൊണ്ട് അവരുടെ ലെഫ്റ്റ് റൈറ്റും ഇതുപോലെ കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് ഒരു ബോട്ടിൽ ഫ്രീ ആയിട്ട് കിട്ടും. നമുക്ക് ബൈനറി കമ്മീഷൻ 2,400 രൂപയും പ്ലസ് ഒരു 2,000 രൂപ സൂപ്പർ ഫാസ്റ്റ് ട്രാക്കും നൽകുന്നതായിരിക്കും. ഓക്കെ, ഇത് ഫാസ്റ്റ് ട്രാക്കും സൂപ്പർ ഫാസ്റ്റ് ട്രാക്കും അടിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഓപ്ഷനാണ്. ബൈനറിക്ക് ഇതുമായി യാതൊരു ബന്ധമില്ല. ബൈനറി നമുക്ക് ലെഫ്റ്റ് റൈറ്റ് മാച്ച് ചെയ്യുന്നതിന് തന്നുകൊണ്ടേയിരിക്കും. ഇനി അങ്ങനെ കമ്പനി പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ലെഫ്റ്റിൽ ഒരു 5 ഡിസ്ട്രിബ്യൂഷൻഷിപ്പും റൈറ്റിൽ ഒരു 5 ഡിസ്ട്രിബ്യൂഷൻഷിപ്പും വന്നാൽ 100 PV 100 PV വെച്ച് പറഞ്ഞാൽ 500 മാച്ച് ചെയ്യുമ്പോൾ ആ ആഴ്ചയിൽ ഇൻകം ആയിട്ട് നൽകുന്നത് 6,000 രൂപയാണ്. അത് 10 ആയി കഴിഞ്ഞാൽ 1,000 PVക്ക് 12,000 രൂപയും അങ്ങനെ ഒരു 10,000 PV ലെഫ്റ്റ് റൈറ്റ് മാച്ച് ചെയ്താൽ ആഴ്ചയിൽ ഇൻകം 1,20,000 രൂപ. 20,000 PV മാച്ച് ചെയ്താൽ 2,40,000. മാക്സിമം നമുക്ക് ഒരാഴ്ചയിൽ പരമാവധി നൽകുന്ന തുക എന്ന് പറയുന്നത് 30,000 PV ആണ്. ഇന്ന് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബൈനറി പ്ലാൻ കൂടിയാണ്. 3,60,000 ഒരു മാസം 14,40,000 രൂപ വരെ ഒരു മാസം നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബൈനറി പ്ലാൻ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്ര മാത്രമേ വരുമാനം കിട്ടുള്ളൂ. ഒരിക്കലുമല്ല. ഇത് ബൈനറി കമ്മീഷന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി നമുക്ക് റാങ്ക് റിവാർഡും അതുപോലെ തന്നെ റാങ്ക് മെയിൻ്റെനൻസും നമുക്ക് തരുന്നുണ്ട്. റാങ്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. റാങ്ക് അടിക്കാൻ നമുക്ക് വലിയ ക്രൈറ്റീരിയസ് ഒന്നുമില്ല. 100 PV ലെഫ്റ്റ് റൈറ്റ് മാച്ച് ചെയ്താൽ ഫസ്റ്റ് റാങ്ക് ആണ് സ്റ്റാർട്ടർ. 500 PV മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റാങ്ക് ആയി ഇൻഷേർട്ടർ. അതിന്റെ കൂടെ ക്യുമുലേറ്റ് ചെയ്തിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. 1,000 PV ആയാൽ ഫ്രീലാൻസർ, 2,500 PV ആയ റൈഡർ, 5,000 PV ആയ ബിൽഡർ, 10,000 PV ആയാൽ എക്സ്പേർട്ട്, 25,000 PV ആയാൽ ക്യാപ്റ്റൻ. 10,000 PV മുതൽ നമുക്ക് അഡീഷണൽ റിവാർഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10,000 PV മാച്ച് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ കമ്പനി നൽകുന്നത് 2 ദിവസത്തെ റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാമാണ്. അത് ഗോവയിൽ ഒരു 7 സ്റ്റാർ ഹോട്ടൽ വെച്ചിട്ടായിരിക്കും പ്രോഗ്രാം നടക്കുക. നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റും. അത് അവിടെ നിന്ന് കമ്പനിയുടെ നിർദ്ദേശങ്ങളും ട്രെയിനിങ്ങും പ്രോഗ്രാമുകളൊക്കെ ആ പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത റാങ്ക് റിവാർഡായിട്ട് വരുന്നത് 25,000 PVയിലാണ്. 25,000 PV എന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻ റാങ്ക് അടിക്കും. ക്യാപ്റ്റൻ റാങ്ക് അടിക്കുന്ന ആളുകൾക്ക് ക്യാഷ് പ്രൈസ് ആയിട്ട് 25,000 രൂപയാണ് ക്യാഷ് പ്രൈസ്. ടോട്ടൽ നമ്മൾ 3 ലക്ഷം രൂപ വരുമാനം വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു 25,000 രൂപ ക്യാഷ് പ്രൈസ് കൂടി ഉണ്ടാവും. നെക്സ്റ്റ് റാങ്കിലേക്ക് പോകുമ്പോൾ ക്യാഷ് റിവാർഡായിട്ട് 50,000 രൂപ, അടുത്ത റാങ്കിൽ 1 ലക്ഷം, 1.5 ലക്ഷം, അങ്ങനെ 10 ലക്ഷം രൂപ വരെ നമുക്ക് ഓരോ റാങ്ക് അടിക്കുമ്പോഴും ക്യാഷ് റിവാർഡ് ഉണ്ടായിരിക്കും.
കൂടാതെ ക്യാപ്റ്റൻ റാങ്ക് അടിക്കുന്നത് മുതൽ നമുക്ക് ഒരു മന്ത്ലി സാലറി എന്ന് പറയുന്ന രൂപത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് വീക്കിലി ആണ് കമ്പനി അത് അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് ചെയ്യാം. ആഴ്ചയിൽ 5000 രൂപ വെച്ചിട്ട് മാസം 20,000 രൂപ ക്യാപ്റ്റൻ 27,000 രൂപ മാച്ച് ചെയ്യുന്ന ആളുകൾക്ക് സാലറി രൂപത്തിൽ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ മിനിമം ഒരു വോളിയം വെക്കണമെന്നുണ്ട്. അത് ആ റാങ്ക് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ആയിരിക്കും. അപ്പോൾ 20,000 രൂപ സാലറി, അടുത്ത റാങ്കിലേക്ക് എത്തുമ്പോൾ 40, 60, 80, 1 ലക്ഷം, 1,20,000 രൂപ വരെ സാലറി രൂപത്തിലൂടെ നമുക്ക് വരുമാനം കിട്ടാനുണ്ട്. ഇത്രയൊക്കെയാണ് കമ്പനിയുടെ ഇൻകം പ്ലാൻ. അതുപോലെ തന്നെ വിദേശ ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ അത് എക്സ്ട്രാ വരുന്നതാണ്. കമ്പനിയുടെ ഫസ്റ്റ് ട്രിപ്പ് തായ്ലൻഡ് ട്രിപ്പ് ആയിരുന്നു. 280 ആളുകൾ തായ്ലൻഡിൽ പങ്കെടുത്തു. നെക്സ്റ്റ് ട്രിപ്പുകൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും വരുമാനം ഉണ്ടാക്കാനുള്ളത് ഉണ്ട്. പിന്നെ റീറ്റെയിൽ പ്രോഫിറ്റ്, അതുപോലെ തന്നെ കൺസിസ്റ്റൻസി റീറ്റെയിൽ പ്രോഫിറ്റ് ഒക്കെ ആയിട്ട് റീറ്റെയിൽ ചെയ്യുന്ന ആളുകളെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് കൂടുതൽ ഇൻകങ്ങളുണ്ട്. ഓക്കെ.